കായ രൂപപ്പെടുന്നതിന്റെ 40 മുതൽ 45 ദിവസങ്ങളിൽ ഞങ്ങൾ ഓർബിക്സ് ഉപയോഗിക്കുന്നു. ഇതുമൂലം കായകളുടെ വികസനം വേഗത്തിൽ നടക്കുന്നു. കായകളുടെ വലിപ്പം, ഭാരം, ഗുണനിലവാരം എന്നിവയെല്ലാം ഗണ്യമായി വർദ്ധിക്കുന്നു. പൂവിടുന്ന സീസണിലെ 30 ദിവസങ്ങളിൽ ഞങ്ങൾ FL77 ഉപയോഗിക്കുന്നു. ഇതുമൂലം പൂവ് കൊഴിച്ചിൽ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്നു. വിരിയുന്ന ഓരോ പൂവും ഒരു കായായി മാറുന്നു. പൂക്കൾ കൊഴിഞ്ഞുപോകാത്തതിനാൽ ഓരോ ചെടിയിലും ധാരാളം കായകൾ രൂപം കൊള്ളുന്നു. മാത്രമല്ല, കായകൾ തിളക്കമുള്ളതും വിപണനം ചെയ്യാൻ കഴിയുന്നതുമായ ഗുണനിലവാരമുള്ളതാണ്. നിലവിൽ പെട്ടികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. വിളവ് സാധാരണയായി ഏക്കറിന് 80 പെട്ടികളാണ്. ഹലോ, എന്റെ പേര് ഗിരിജ. ഞാൻ ധർമ്മപുരി ജില്ലയിലെ ദണ്ടുക്കരമ്പട്ടിയിൽ നിന്നുള്ള ഒരു കർഷകനാണ്. 4 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. 2 ഏക്കറിൽ മുളകും ഞങ്ങൾ കൃഷി ചെയ്യുന്നു. ഇതിനു പുറമെ വഴുതനങ്ങ ഉൾപ്പെടെയുള്ള വിവിധ പച്ചക്കറി വിളകൾ ഞങ്ങൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ ഞങ്ങൾ രാസരീതികൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കപ്പെടണമെന്നും മണ്ണ് ആരോഗ്യകരമായിരിക്കണമെന്നുമുള്ള ആശയത്തോടെ കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ പൂർണ്ണമായും ജൈവകൃഷിയിലേക്ക് മാറിയിരിക്കുന്നു. നിലവിൽ എല്ലാ വിളകളിലും ഞങ്ങൾ ജൈവരീതി പിന്തുടരുന്നു. തക്കാളി നട്ട് 20 മുതൽ 25 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അഭിമാൻ ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ചതിനു ശേഷം സസ്യങ്ങൾ നന്നായി വേരുപിടിക്കുകയും എല്ലാ ദിശകളിലേക്കും വളരുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വളർച്ച ഇരുണ്ട നിറത്തിലും ആരോഗ്യകരവുമായി കാണപ്പെടുന്നു. ഒരു ചെടിയും വാടുകയോ വളർച്ച നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. എല്ലാ സസ്യങ്ങളും തുല്യമായി വളരുന്നു. സസ്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല. അവ പച്ചയും ആരോഗ്യകരവുമായി വളരുന്നു. അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം സസ്യങ്ങളുടെ വളർച്ചയിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പൂവിടുമ്പോൾ 30 ദിവസത്തേക്ക് ഞങ്ങൾ FL77 ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ഇത് പൂക്കൾ കൊഴിഞ്ഞുപോകുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. വിരിയുന്ന ഓരോ പൂവും ഒരു കായായി മാറുന്നു. പൂക്കൾ കൊഴിഞ്ഞുപോകാത്തതിനാൽ ഓരോ ചെടിയിലും ധാരാളം കായകൾ രൂപം കൊള്ളുന്നു. മാത്രമല്ല, കായകൾ തിളക്കമുള്ളതും വിപണനം ചെയ്യാവുന്നതുമായ ഗുണനിലവാരമുള്ളതാണ്. അടുത്തതായി, ഫലം രൂപപ്പെടാൻ തുടങ്ങുന്ന 40 മുതൽ 45 ദിവസങ്ങളിൽ ഞങ്ങൾ ഓർബിക്സ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ഇതുമൂലം കായകളുടെ വളർച്ച വേഗത്തിൽ നടക്കുന്നു. കായയുടെ വലുപ്പം, ഭാരം, ഗുണനിലവാരം എന്നിവയെല്ലാം ഗണ്യമായി വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ചൂടുള്ള സീസണിൽ കായകൾ നന്നായി വളരുന്നു. നല്ല ഭാരവും തിളക്കവുമുള്ള രൂപഭാവത്തോടെ ലഭ്യമാണ്. മുമ്പ് ഞങ്ങൾ രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് അത്തരം ഗുണനിലവാരമുള്ള കായകളോ ഉയർന്ന ഭാരമോ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓർബിക്സ് ഉപയോഗിച്ചതിനുശേഷം മാംസളമായ, ഉയർന്ന ഭാരമുള്ള, നല്ല ഗുണനിലവാരമുള്ള കായകൾ ലഭ്യമാണ്. ഇതുമൂലം മൊത്തം വിളവും വർദ്ധിച്ചു. സാധാരണയായി ചൂടുള്ള സീസണിൽ ഞങ്ങൾ തക്കാളി കൂടുതൽ കൃഷി ചെയ്യുന്നു. ആ സമയത്തും ഞങ്ങളുടെ വയലിലെ കായകളുടെ നല്ല വളർച്ചയും ഗുണനിലവാരവും കണ്ട് സമീപത്തുള്ള കർഷകർ അത്ഭുതപ്പെടുന്നു. പലരും വന്ന് നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി അറിഞ്ഞതിനുശേഷം അവർ ഈ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. മുൻവിളവിനെ അപേക്ഷിച്ച് പെട്ടികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഏക്കറിന് ഏകദേശം 80 പെട്ടികളുടെ വിളവ് ഞങ്ങൾക്ക് പതിവായി ലഭിക്കുന്നു. കായകളുടെ വിളവും ഗുണനിലവാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായി നല്ല വരുമാനം ലഭിക്കുന്നു. തക്കാളിയിൽ മാത്രമല്ല, വെണ്ടക്ക, നെല്ലിക്ക എന്നിവയുൾപ്പെടെ വിവിധ പച്ചക്കറി വിളകളിലും ഞങ്ങൾ ഈ 3 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. എല്ലാ വിളകളും നല്ല വളർച്ചയും ഉയർന്ന വിളവും ഗുണനിലവാരമുള്ള വിളവും നേടിയിട്ടുണ്ട്. അഭിമാൻ, FL77, ഓർബിക്സ് എന്നീ 3 ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ ഉപയോഗത്തിലൂടെ തക്കാളി ചെടികളിൽ വേരിന്റെ വളർച്ചയും തണ്ടിന്റെ വളർച്ചയും ഗണ്യമായി വർദ്ധിച്ചു. സസ്യങ്ങൾ ആരോഗ്യകരമായി വളർന്നു. പൂ കൊഴിച്ചിൽ കുറഞ്ഞു. മിക്ക പൂക്കളും കായകളായി മാറിയിരിക്കുന്നു. കായകളുടെ എണ്ണം, ഭാരം, മാംസള, ഗുണനിലവാരം എന്നിവ വർദ്ധിച്ചു. വരണ്ട കാലാവസ്ഥയിലും ഗുണനിലവാരമുള്ള കായകളും ഉയർന്ന വിളവും ലഭിച്ചു. തക്കാളിയിൽ മാത്രമല്ല, മറ്റു പച്ചക്കറി വിളകളിലും നല്ല ഫലങ്ങൾ ലഭിച്ചു. അതിനാൽ എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 ഉൽപ്പന്നങ്ങൾ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ശുപാർശ ചെയ്യുന്നു. നന്ദി.